നമസ്കാരം. ജ്യോതിശാസ്ത്ര പ്രേമികൾക്കും ആകാശക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ആവേശം പകരുന്ന ഒരു അപൂർവ പ്രതിഭാസത്തിനാണ് 2026 മെയ് 31 രാത്രി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനും അതേസമയം ഈ വർഷത്തെ ഏറ്റവും ചെറിയ ചന്ദ്രനും ഒരേ ദിവസം ഒരുമിച്ചെത്തുന്നു എന്നതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. ശാസ്ത്രലോകവും ആകാശ നിരീക്ഷകരും വലിയ പ്രാധാന്യത്തോടെയാണ് ഈ പ്രതിഭാസത്തെ നോക്കിക്കാണുന്നത്. ഒരു കലണ്ടർ മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രന്മാർ വരികയാണെങ്കിൽ അതിൽ രണ്ടാമത് ഉണ്ടാകുന്ന പൂർണ്ണചന്ദ്രനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ഈ വർഷം മെയ് 1 മാസത്തിലെ ആദ്യ പൂർണ്ണചന്ദ്രൻ ദൃശ്യമായിരുന്നു. തുടർന്ന് മെയ് 31 രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനും എത്തുന്നതോടെയാണ് ഈ അപൂർവ പ്രതിഭാസത്തിന് വഴി തുറക്കുന്നത്. ഒരു പ്രധാന കാര്യം, ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നുണ്ട് എങ്കിലും പേര് കേട്ട് ചന്ദ്രൻ നീല നിറത്തിൽ തിളങ്ങുമെന്ന് കരുതരുത്. ഇത് കേവലം കലണ്ടർ കണക്കുകളുള്ള അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രയോഗം മാത്രമാണ്. സാധാരണ പൂർണ്ണചന്ദ്രനെ പോലെ തന്നെയായിരിക്കും ഇതിൻ്റെ നിറം. മെയ് 31 ദൃശ്യമാകുന്ന ഈ പൂർണ്ണചന്ദ്രന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 2026 തന്നെ ഏറ്റവും ചെറുതും പ്രകാശം കുറഞ്ഞതുമായ ചന്ദ്രനായിരിക്കും. ശാസ്ത്രലോകത്ത് ഈ പ്രതിഭാസത്തെ മൈക്രോമൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂപ്പർ മൂണുകൾക്ക് നേർവിപരീതമായാണ് ഇവ സംഭവിക്കുന്നത്. ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ ഭ്രമണപഥം പൂർണ്ണമായ വട്ടത്തിലല്ല, ഒരു ദീർഘവൃത്താകൃതിയിലാണ്. അതിനാൽ ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെ ജ്യോതിശാസ്ത്രത്തിൽ അബഫു എന്ന് വിളിക്കുന്നു. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഈ ബിന്ദുവിൽ എത്തുമ്പോഴാണ് ഈ മാസത്തെ പൗർണമി സംഭവിക്കുന്നത്. ഇതാണ് ചന്ദ്രൻ വലിപ്പത്തിലും തിളക്കത്തിലും സാധാരണയേക്കാൾ കുറവായി അനുഭവപ്പെടാൻ കാരണം. സാധാരണയായി 2.5 വർഷത്തിലൊരിക്കലാണ് ഒരു ബ്ലൂ മൂൺ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഒരു ബ്ലൂ മൂൺ തന്നെ മൈക്രോമൂണായി വരുന്നത് അതിലും അപൂർവമായ നിമിഷമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൂപ്പർ മൂൺ അവസ്ഥയെ അപേക്ഷിച്ച് മൈക്രോമൂണിന് വലുപ്പത്തിൽ ഏകദേശം 14% പ്രകാശത്തിൽ 30% കുറവുണ്ടാകും. ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 4,05,000 കിലോമീറ്ററിലധികം ദൂരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആകാശ നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്ക് പ്രകൃതി ഒരുക്കുന്ന മികച്ചൊരു ദൃശ്യവിരുന്നാണ് മെയ് 31 ഈ മൈക്രോ ബ്ലൂ മൂൺ. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ സാധാരണ പൂർണ്ണചന്ദ്രനായുള്ള വലിപ്പ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിലും ശാസ്ത്രീയമായ ഇതിൻ്റെ പശ്ചാത്തലം ഈ രാത്രിയെ ഏറെ സവിശേഷമാക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മെയ് മാസത്തെ ഈ അവസാന രാത്രിയിൽ ആകാശത്ത് തെളിഞ്ഞ അപൂർവ ചന്ദ്രനെ കാണാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ TV.